وما النصر إلا من عند الله العزيز الحكيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട ശുദ്ധവിശ്വാസികളെ, ഏതൊരു കാര്യത്തിൻ്റെയും മഹത്വം അല്ലെങ്കിൽ ശ്രേഷ്ഠത എന്നുള്ളത് അതുകൊണ്ടുള്ള ഉപകാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഏതൊരു വസ്തുവാവട്ടെ, ഏതൊരു ഉപകരണമാവട്ടെ, ഏതൊരു കാര്യമാവട്ടെ. ഇവിടെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ജന്തുജീവജാലങ്ങളിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് പ്രത്യേകമാക്കിയിട്ടുള്ളത് അവന് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് നൽകിക്കൊണ്ടാണ്, ബുദ്ധി നൽകിക്കൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് മനുഷ്യനെ പ്രത്യേകമാക്കിയിട്ടുള്ളത്. എന്താണ് ഈ ചിന്താശേഷിക്കും ബുദ്ധിക്കും വിവേകത്തിനുമെല്ലാം ഇത്രയധികം ശ്രേഷ്ഠതയുണ്ടാവാനുള്ള കാരണം? അതുകൊണ്ട് നേടിയെടുക്കാവുന്ന കാര്യത്തിൻ്റെ ശ്രേഷ്ഠതയാണത്. കാരണം മനുഷ്യന് ചിന്തിച്ച് മനസ്സിലാക്കാൻ അവന് കഴിയുന്നത്, അതിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവാണ്. അവനെ ആരാണ് സൃഷ്ടിച്ചത്, ആ സൃഷ്ടാവ് ആരാണ്, ആ സൃഷ്ടാവിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഈ ബുദ്ധിക്കും ചിന്താശേഷിക്കുമെല്ലാം ഇത്രയധികം ഫضലുള്ളത്. അപ്പോൾ സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ച് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എങ്കിൽ അതറിയാതെ ആ ബുദ്ധി കൊണ്ട് സൃഷ്ടികളെക്കുറിച്ച് എന്തെല്ലാം അറിവ് ഒരാൾക്കുണ്ടെങ്കിലും, എന്തെല്ലാം കാര്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ ആരാണ് അവൻ്റെ സൃഷ്ടാവ് എന്നറിയില്ല, ആ സൃഷ്ടാവിനോടുള്ള അവൻ്റെ ബാധ്യത എന്താണെന്നറിയില്ല, അവനത് പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ അവൻ ഏറ്റവും വലിയ വിഡ്ഢിയാണ്, ഭൗതികമായിട്ടുള്ള മറ്റെന്തറിവ് അവനുണ്ടെങ്കിലും. നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ റമളാനിൽ ആരംഭിക്കുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, നമ്മുടെ റബ്ബായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയും ഖുർആനിലൂടെയും എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങളാണ് ഇൻഷാ അല്ലാഹ് നാം പഠിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, ഏതൊരു കാര്യത്തിനും ഏതൊരു കെട്ടിടത്തിനും അടിസ്ഥാനമുള്ളതുപോലെ ദീനിൻ്റെ അടിസ്ഥാനമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ ആമന റസൂലു എന്നുള്ള സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളിൽ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. പിന്നെ അള്ളാഹുവിൻ്റെ മലക്കുകൾ, അള്ളാഹുവിൻ്റെ കിതാബുകൾ, അള്ളാഹുവിൻ്റെ റസൂലുകൾ, അതെല്ലാം ചേർത്തി പറഞ്ഞിട്ടുള്ള ഇതിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട്, അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അസ്ലും മിനൽ ഉസൂൽ, എല്ലാ അടിസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമാണ്. അപ്പൊ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അറിയണം, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ഇലാഹിനെ കുറിച്ച്, നമ്മുടെ മഅബൂദിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല എങ്കിൽ എത്ര വലിയ വിഡ്ഢികളായിരിക്കും നമ്മൾ. അപ്പം അള്ളാഹുവിനെ ഒരാൾക്ക് എത്രത്തോളമാണോ അറിയുന്നത് അത്രത്തോളം അവന് അള്ളാഹുവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പ്രശസ്തമായ ഒരു വാക്കുണ്ട്, മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി വ സിഫാതിഹി വ അഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല. ആരെങ്കിലും അള്ളാഹുവിനെ അവൻ്റെ നാമങ്ങൾ കൊണ്ടും വിശേഷണങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കാൻ അവന് സാധിക്കുകയില്ല. അപ്പോൾ ഈ അടിസ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ ഉറപ്പിച്ചാൽ, അള്ളാഹുവിലുള്ള വിശ്വാസം ഏറ്റവും നല്ല രീതിയിൽ ഉറപ്പിച്ചാൽ മാത്രമാണ്
അതിനു മുകളിലുള്ള സൽക്കർമ്മങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി എന്തെങ്കിലും വീഴ്ചകൾ സൽക്കർമ്മങ്ങളിൽ സംഭവിച്ചാലും അതിനെ പരിഹരിക്കണമെങ്കിൽ അടിസ്ഥാനം ശരിയായിരിക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, മൻ അറാദ ഉലുവ ബുന്യാനഹു ഫഅലൈഹി ബിതൗസീഖി അസാസിഹി വഇഹ്കാമിഹി വശിദ്ദത്തിൽ ഇഅ്തിനാഇ ബിഹി. ആരെങ്കിലും അവന്റെ കെട്ടിടം ഉയർച്ചയിൽ ഉന്നതിയിൽ ഉയർന്നു പണിയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവന്റെ അടിസ്ഥാനം ബലവത്തായിട്ടുണ്ടോ എന്ന് നോക്കണം. അതിന് പ്രത്യേകം പരിഗണിക്കണം. ഫഇന്ന ഉലുവൽ ബുന്യാൻ അലാ ഖദ്രി തൗസീഖിൽ അസാസി വഇഹ്കാമിഹി. ഒരു കെട്ടിടം ഉയരത്തിൽ പണിയാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനം ഏറ്റവും ബലവത്തായി നിൽക്കുമ്പോൾ മാത്രമാണ്. ഫൽ അഅമാലു വദ്ദറജാതു ബുന്യാനുൻ വഅസാസുഹാ അൽ ഈമാൻ. സൽക്കർമ്മങ്ങൾ എന്നുള്ളത് അതുപോലെ ഓരോ കാര്യങ്ങൾ എന്നുള്ളത് കെട്ടിടമാണ്. എന്നാൽ ഈമാനാണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളത്. അപ്പോൾ എപ്പോഴാണോ അടിസ്ഥാനം ശക്തിപ്പെടുന്നതും ബലവത്താകുന്നതും അപ്പോഴെല്ലാം ആ കെട്ടിടം ഏറ്റവും നല്ല രീതിയിൽ ഉയർന്നു നിൽക്കാനും ശക്തിയിൽ നിൽക്കാനും സാധിക്കും. ഇനി എന്തെങ്കിലും ഒരു കാര്യം ആ കെട്ടിടത്തിൽ പൊളിഞ്ഞു പോവുകയാണെങ്കിൽ തന്നെ അതിനെ പുതുക്കിപ്പണിയാൻ എളുപ്പമായിരിക്കും അടിസ്ഥാനം ശക്തമാണെങ്കിൽ. അടിസ്ഥാനം ശക്തമല്ല എങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ള അതിന്റെ ലക്ഷ്യമായിട്ടുള്ള തൗഹീദ് എന്നുള്ളത് പ്രധാനമായും രണ്ടിനമാണ്. തൗഹീദ് എന്നുള്ളത് പ്രധാനമായും രണ്ടിനമാണ്. ഒന്നാമത്തേത് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, അള്ളാഹുവിനെ അറിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൗഹീദ്. അതിനെ തൗഹീദുൽ ഇൽമി എന്നെല്ലാം പറയും. രണ്ടാമത്തേത് തൗഹീദുൽ ഇറാദത്തി വത്വലബ്, അള്ളാഹുവിനോടുള്ള തേട്ടത്തിന്റെയും അതുപോലുള്ള കാര്യങ്ങളുടെയും തൗഹീദ്. അതിന് തൗഹീദുൽ അമലി അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ എന്നെല്ലാം പറയും. ഒന്നാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ തൗഹീദും രണ്ടാമത്തേത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന്റെ തൗഹീദും. ഇത് രണ്ടും കൂടി ഏകോപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ മുവഹിദായി മാറുന്നത്. ഈ രണ്ടിനും ഖുർആനിൽ നിന്ന് നമുക്ക് ദലീലുകൾ ലഭിക്കും. ഒന്നാമത്തേത് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് സൃഷ്ടിപ്പിന്റെ ഒരു ഉദ്ദേശമാണ്, ലക്ഷ്യമാണ്, കാരണമാണ് എന്നറിയിക്കുന്ന ആയത്താണ് സൂറത്തു ത്വലാഖിലെ 12ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെ 7 ഭൂമിയെയും. യതനസ്സലുൽ അംറു ബൈനഹുൻ, അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ ഇറക്കുന്നു. ആകാശഭൂമികൾക്കിടയിൽ നടക്കുന്ന ഏതൊരു കാര്യവും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരവും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരവുമാണ്. ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തിനാണ് അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുന്നതും അള്ളാഹുവിന്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതൊക്കെ? ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അള്ളാഹുവിന്റെ അറിവ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ അറിവും ഉൾക്കൊള്ളുന്ന അള്ളാഹുവിനെ കുറിച്ച് അറിയാനാണ് ഈ സൃഷ്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് എന്ന് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാം. രണ്ടാമത്തേത് തൗഹീദുൽ ഇറാദത്തി വത്വലബ് അല്ലെങ്കിൽ തൗഹീദുൽ അമലി, തൗഹീദുൽ ഇബാദ. അതിനുള്ള ദലീലാണ് സൂറത്തു ദാരിയാത്തിലെ 56ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിരുന്നില്ല എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് നടത്തിയ മറ്റൊരു കാര്യം പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഇബാദത്ത് പരിപൂർണമായി ചെയ്യണമെങ്കിൽ എന്തു സാധിക്കണം? അള്ളാഹുവിനെ കുറിച്ച് അറിവ് വേണം. എത്രത്തോളമാണോ ഒരു അടിമക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് പരിപൂർണമാകുന്നത് അത്രത്തോളം അവന്റെ ഇബാദത്തുകളും പരിപൂർണമാകും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ ഈ നാമങ്ങളെ കുറിച്ച് അറിയണം, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം, നിങ്ങൾ പഠിക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 209ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹകീമുൻ. നിങ്ങൾ അറിയണം അള്ളാഹു അസീസാണ്, ഹക്കീമാണ്. സൂറത്തുൽ ബഖറയിലെ 231ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. നിങ്ങൾ അറിയണം അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. സൂറത്തുൽ ബഖറയിലെ 233ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുന്നവനാണ്.
സൂറത്തുൽ ബഖറയിലെ 235-ാമത്തെ ആയത്തിൽ വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, നിങ്ങൾ അറിയണം അല്ലാഹു തആല ഗഫൂറും ഹലീമുമാണ്. പിന്നെ വേറെ ധാരാളം ആയത്തുകൾ വഅലമു അന്നല്ലാഹ സമീഉൻ അലീം, നിങ്ങൾ മനസ്സിലാക്കണം അല്ലാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അല്ലാഹു ഗനിയും ഹമീദുമാണെന്ന് നിങ്ങൾ അറിയണം. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ് വഅന്നല്ലാഹ ഗഫൂറുർ റഹീം. ഫഅലമു അന്നല്ലാഹ മൗലാക്കും നിഅമൽ മൗല വനിഅമൻ നസീർ, അല്ലാഹു ആണ് നിങ്ങളുടെ മൗല, രക്ഷാധികാരി എന്ന് നിങ്ങൾ അറിയണം. ഇങ്ങനെ തുടങ്ങി ധാരാളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും പറഞ്ഞുകൊണ്ട് നിങ്ങളത് അറിയണം, നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങളത് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഖുർആൻ എടുത്ത് നോക്കിയാൽ തന്നെ ഖുർആനിൽ അള്ളാഹുവിനെ പറ്റി പരാമർശിക്കുന്നത്, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പറ്റി പരാമർശിക്കുക എന്നുള്ളത്, അതാണ് ഖുർആനിൽ ഭൂരിഭാഗവും. ഖുർആനിലെ ഭൂരിഭാഗവും അതാണ്. അള്ളാഹുവിനെ പറ്റി പരാമർശിക്കുന്ന ആയത്തുകൾക്ക് പ്രത്യേകം ഫദ്ലുകളും ഖുർആനിലുണ്ട്. ഖുർആനിലെ ആയത്തുകൾക്കും സൂറത്തുകൾക്കും പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അവിടുന്ന് പറയാണ്, വൽ ഖുർആനു ഫീഹി മിൻ ദിക്രി അസ്മാഇല്ലാഹി വസിഫാതിഹി വഅഫ്ആലിഹി അക്സറു മിമ്മാ ഫീഹി മിൻ ദിക്രിൽ അക്ലി വശുർബി വന്നിക്കാഹി ഫിൽ ജന്ന. ഖുർആനിൽ അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പരാമർശം അത് സ്വർഗത്തിലെ ഭക്ഷണത്തിനേക്കാളും സ്വർഗത്തിലെ പാനീയങ്ങളെക്കാളും സ്വർഗത്തിലെ ഇണകളെക്കാളും വിവാഹങ്ങളെക്കാളും എല്ലാം അധികമായി പരാമർശിച്ചിട്ടുണ്ട്. വൽ ആയാത്തുൽ മുതവമ്മിനതു ലിദിക്രി അസ്മാഇല്ലാഹി വസിഫാതിഹി അഅ്ളമു ഖദ്റൻ മിൻ ആയാത്തിൽ മആദ്. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പരാമർശിക്കുന്ന ആയത്തുകളുടെ ഫദ്ല് എന്നുള്ളത് പരലോകത്തെ പറ്റി പരാമർശിക്കുന്ന ആയത്തുകളെക്കാൾ ശ്രേഷ്ഠമായതാണ്. ഫഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആനി ആയത്തുൽ കുർസി അൽ മുതവമ്മിനതു ലിദാലിക്. ഖുർആനിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ആയത്ത് എന്താണ്? സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തായിട്ടുള്ള ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി ഇത്രയും ഫദ്ല് വരാനുള്ള കാരണം എന്താണ്? അതിൽ അള്ളാഹുവിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. كما ثبت ذلك في الحديث الصحيح الذي رواه مسلم عن النبي صلى الله عليه وسلم أنه قال لأبي بن كعب. ഈ ആയത്തുൽ കുർസിയാണ് ഏറ്റവും അഫ്ളലായ ആയത്ത് ഖുർആനിലേത് എന്നറിയിക്കുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അതദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅ്ദം, അല്ലെങ്കിൽ റിവായത്തിൽ മഅക അഅ്ദം. ഉബയ്യ് ഇബ്നു കഅബ് അദ്ദേഹം ഖുർആൻ ഹിഫ്ദുള്ള, ഖുർആനിൽ അറിവുള്ള പാണ്ഡിത്യമുള്ള സ്വഹാബിയാണ്. അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിനക്കറിയുമോ ഖുർആനിൽ നീ ഹിഫ്ളാക്കിയിട്ടുള്ള, നിനക്കറിയുന്ന, നിനക്ക് അറിവുള്ള ഖുർആനിൽ ഏറ്റവും അഅ്ളമായിട്ടുള്ള ആയത്ത് ഏതാണ് എന്ന് നിനക്കറിയുമോ? ഖാല, അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആദ്യം അല്ലാഹു വറസൂലു അലം, അല്ലാഹുവിന്റെ റസൂലാണ് അറിയാം എന്ന് പറഞ്ഞ് അദബ് കാണിച്ചു. വീണ്ടും ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ലിയഹ്നികൽ ഇൽം യാ അബൽ മുൻദിർ, നിനക്ക് നല്ല അറിവ് കിട്ടിയിട്ടുണ്ട്. അബൽ മുൻദിർ എന്നുള്ളത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ കുനിയത്ത എന്ന് പറഞ്ഞു. ഇവിടെ ആലോചിച്ച് നോക്കണം, 6000 ചില്ലാനം ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. 6000 ചില്ലാനം ആയത്തുകൾ. ആ ആയത്തുകളിൽ ഏതാണ് അഅ്ളമായ ആയത്ത് എന്ന് തെരഞ്ഞെടുത്ത് പറയാൻ ആ സ്വഹാബിക്ക് ഒരു അവസരം നൽകിയപ്പോൾ ആ സ്വഹാബി തെരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളും നാമങ്ങളും ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ കുർസിയെ പറ്റി പരാമർശിക്കുന്ന ഒരേ ഒരായത്തായിട്ടുള്ള ആയത്തുൽ കുർസിയാണ്. അത്രത്തോളം സ്വഹാബികളുടെ ഹൃദയത്തിൽ ഖുർആനിൽ അള്ളാഹുവിനെ പറ്റി പരാമർശിക്കുന്ന ആയത്തുകളെ അള്ളാഹുവിന്റെ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും അവർ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഖുർആനിലെ ഏറ്റവും അഫ്ളലായ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തും എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പറ്റി പരാമർശിക്കുന്ന, അള്ളാഹുവിനോട് അടിമ ചെയ്യേണ്ട കടമകളെ പറ്റി പരാമർശിക്കുന്ന മഹത്തായിട്ടുള്ള സൂറത്താണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകതയുണ്ട്. ഇനി അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പറ്റി പരാമർശിക്കുന്ന മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്നത്. ആ സൂറത്തിന്റെ ഫദ്ൽ എന്താണ്? സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സഹാബി, ഇമാമത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു സഹാബി ഏത് സൂറത്ത് പാരായണം ചെയ്താലും നിസ്കാരത്തിൽ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇതിനെക്കുറിച്ച് അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം?
അപ്പൊ സഹാബി പറഞ്ഞു, ഇന്നി ലഉഹിബ്ബുഹാ ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, എനിക്കത് ഇഷ്ടമാണ് ആ സൂറത്ത്, കാരണം അതിൽ റഹ്മാനായ അള്ളാഹുവിന്റെ സിഫത്തുകളെ പറ്റി പരാമർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന നിലയ്ക്ക് പരാമർശിക്കുകയുണ്ടായി. അവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളെ പറ്റി പരാമർശിക്കുക എന്നുള്ളത് ഖുർആനിന്റെ രീതിയാണ്. ഖുർആനിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ വലിയൊരു ഭാഗം തന്നെ ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമാണ്. ഇനി നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചപ്പോൾ ആ നബിമാരുടെ ദഅവത്ത് ഊന്നി നിന്നിരുന്ന പ്രധാനപ്പെട്ട 3 മേഖലകളിലാണ്. അഥവാ ഏതൊരു നബിയും ഏതൊരു റസൂലും ദഅവത്തിനായി ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ ആ റസൂലുകൾ ക്ഷണിച്ചിരുന്ന ദീൻ എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട കാര്യം 3 കാര്യങ്ങളിൽ ഊന്നിയിട്ടാണ് നിന്നിരുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്ന ദഅവത്തുർ റസൂൽ തദൂറു അലാ 3 ഉമൂർ. 3 കാര്യങ്ങളെ ഊന്നിയിട്ടാണ് നബിമാരുടെ റസൂലുകളുടെ ദഅവത്ത് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് തഅരീഫുർ റബ്ബി അൽ മദ്ഉ ഇലൈഹി ബി അസ്മാഇഹി വ സിഫാതിഹി വ അഫ്ആലിഹി. ഒന്നാമത്തേത് അല്ലാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക. അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെയും വിശേഷണങ്ങളിലൂടെയും എല്ലാം അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് മഅരിഫത്തു ത്വരീഖത്തിൽ മൂസിലത്ത് ഇലൈഹി, അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം എന്താണ് എന്ന്, അതിലുള്ള മാർഗം, അതിനുള്ള പണി എന്താണ് എടുക്കേണ്ടത് എന്ന് അറിയിച്ചു കൊടുക്കലാണ്. മൂന്നാമത്തേത് തഅരീഫുഹും മാ ലഹും ബഅദൽ വുസൂലി ഇലൈഹി ഫീ ദാരി കറാമതിഹി മിനൻ നഈം അല്ലദീ അഫ്ളഹു അജല്ലഹു റിളാഹു അൻഹും. അതായത് പരലോകത്ത് അവർ ഈ 2 കാര്യങ്ങൾ അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുലേക്ക് എത്തിച്ചേരുന്ന പ്രവർത്തനങ്ങളും ചെയ്താൽ പരലോകത്തേക്ക് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കൽ. ഈ 3 തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോ നബിമാരുടെ ദഅവത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്. അതാണ് ഇൽമിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ ആയത്ത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അള്ളാഹുവിനെ ഏറ്റവും ശരിയായ രീതിയിൽ ഭയപ്പെടുന്നവർ അവന്റെ അടിമകളിൽ ഉലമാക്കളാണ്, അറിവുള്ളവരാണ് എന്നുള്ള ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഖ്ഷാഹു ഹഖ്ഖ ഖശ്യതിഹി അൽ ഉലമാഉൽ ആരിഫൂന ബിഹി, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ആളുകളാണ്, പണ്ഡിതന്മാരാണ്. لأنه كلما كانت المعرفة للعظيم العليم الموصوف بالصفات الكمال المنعوت بالأسماء الحسنى, എത്രത്തോളമാണോ എപ്പോഴെല്ലാമാണോ അള്ളാഹുവിന്റെ അത്യുന്നതനായിട്ടുള്ള എല്ലാവിധ അറിവുമുള്ള എല്ലാവിധ പരിപൂർണ വിശേഷണങ്ങളുമുള്ള ഏറ്റവും നല്ല നാമങ്ങളുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എത്രത്തോളമാണോ പൂർണ്ണമാകുന്നത്, കുല്ലമാ കാനത്തിൽ മഅരിഫത്തു ബിഹി അതം വൽ ഇൽമു ബിഹി അക്മൽ കാനത്തിൽ ഖശ്യത്തു ലഹു അഅ്ളം വ അക്സർ, എപ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് പരിപൂർണമാകുന്നുവോ അപ്പോഴെല്ലാം ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഖശിയത്തും അവൻ ഏറ്റവും പരിപൂർണ രൂപത്തിൽ ഉണ്ടാകും. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഭയമുണ്ടാവണോ, അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യണോ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. പരലോകത്ത് സ്വർഗത്തിൽ ഒരു സ്വർഗാവകാശിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണലാണ്, അള്ളാഹുവിന്റെ വജീഹിലേക്ക് നോക്കലാണ്. ദുനിയാവിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ആ അറിവുള്ളവൻ അവന്റെ കൽബിൽ ആസ്വദിക്കുന്ന ആസ്വാദനവും അവന്റെ കൽബിൽ അവൻ അനുഭവിക്കുന്ന റാഹത്തും സമാധാനവും അള്ളാഹുവിനോട് അവന് ലഭിക്കുന്ന ആ സാമീപ്യവും മറ്റ് എന്തുകൊണ്ടും ഭൗതികമായിട്ടുള്ള എന്ത് വസ്തു കൊണ്ടും ഏറ്റവും വിശിഷ്ടമായ സുഖസൗകര്യങ്ങൾ കൊണ്ടും ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണങ്ങൾ കൊണ്ടും മറ്റൊന്നുകൊണ്ടും താരതമ്യം ചെയ്യാൻ കൂടി സാധിക്കാത്തതാണ്. അത്രയും വലിയ ആസ്വാദനമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദാഉദ് ദവാ എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഫഇന്ന ഹയാത്തൽ ഇൻസാൻ ബിഹയാത്തി ഖൽബിഹി വറൂഹിഹി, യഥാർത്ഥത്തിലുള്ള മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവന്റെ കൽബ് കൊണ്ടും അവന്റെ റൂഹ് കൊണ്ടുമുള്ള ജീവിതമാണ്. വലാ ഹയാത്ത ലിഖൽബിഹി ഇല്ലാ ബിമഅരിഫതി ഫാത്തിരിഹി വമഹബ്ബതിഹി വഇബാദതിഹി വഹ്ദ
والإنابة إليه والطمأنينة بذكره والأنس بقربه. ഒരിക്കലും ഒരാളുടെ ഖൽബിന് യഥാർത്ഥത്തിലുള്ള ജീവൻ ഉണ്ടാവില്ല അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാതെ, അള്ളാഹുവിനോടുള്ള ഇഷ്ടമില്ലാതെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതെ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങാതെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സമാധാനമടയാതെ, അള്ളാഹുവിലേക്കുള്ള സാമീപ്യം കൊണ്ട് നേടാതെ ഒരു ഖൽബിന് യഥാർത്ഥത്തിൽ ജീവൻ ഉണ്ടാവില്ല. വമൻ ഫഖദ ഹാദിഹിൽ ഹയാത്ത് ഫഖദൽ ഖൈറ കുല്ലഹു. ആർക്കാണോ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവോടുകൂടി, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയോടുകൂടിയുള്ള ഈ ജീവിതം നഷ്ടപ്പെടുന്നത്, അവൻ എല്ലാവിധ ഖൈറും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലൗ തഅവ്വള അൻഹാ ബിമാ തഅവ്വള മിനദ് ദുനിയ. അതിന് പകരമായിട്ട് ദുനിയാവിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവന് പകരമായിട്ടുണ്ടെങ്കിലും, ബല്ലൈസത്തിദ് ദുനിയ ബിഅജ്മഇഹാ ഇവള മിൻ ഹാദിഹിൽ ഹയാ. അല്ലെങ്കിൽ ഈ ദുനിയാവിലുള്ള എല്ലാതും ആ ഒരു ജീവിതത്തിനായി പകരമായി വന്നാലും, ഫമിൻ കുല്ലി ഷൈഇൻ യഫൂതു ഇവദുൻ. എന്നിട്ട് പറയാണ് അതാവില്ല, അതിന് പകരാവില്ല. എന്നിട്ട് പറയാണ് ദുനിയാവിൽ എന്ത് കാര്യം നഷ്ടപ്പെട്ടാലും അതിന് പകരം നമുക്ക് എന്തെങ്കിലും കിട്ടും. വൈദാ ഫാതഹുല്ലാഹ് ലം യുഅവ്വിദ് അൻഹു ഷൈഉൻ അൽബത്ത. അള്ളാഹുവിനെ നഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹുമായിട്ടുള്ള ബന്ധവും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പകരം ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിന് പകരം നിൽക്കാൻ ഒന്നും ആവില്ല. ദുനിയവിയായിട്ടുള്ള ഏത് കാര്യം നമുക്ക് നഷ്ടപ്പെട്ടാൽ അതിന് പകരമായി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിനെ നഷ്ടപ്പെട്ടാൽ പകരം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് കാണാം, കൈഫ യഖ്ദി സമാൻ. ഒരാളുടെ കാലം, ആയുസ് അങ്ങനെ തീർന്നു പോകുന്നു. വയംഫദു ഉമർ, അവന്റെ പ്രായം തീരുന്നു. വൽ ഖൽബു മഹ്ജൂബുൻ മാ ശമ്മ ലിഹാദർ റായിഹ. അവന്റെ ഖൽബ് മറയിടപ്പെട്ട അവസ്ഥയിൽ, ഈ ഒരു ആസ്വാദനം അവൻ രുചിച്ചു നോക്കിയിട്ട് പോലുമില്ല. വഖറജ മിനദ് ദുനിയ കമാ ദഖല ഇലൈഹ. അവൻ ദുനിയാവിലേക്ക് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ പുറത്തു പോകുന്നു. വമാ ദാഖ അത്യബ മാ ഫീഹ. ദുനിയാവിൽ ഏറ്റവും വിശിഷ്ടമായത് അവൻ രുചിച്ചു നോക്കിയിട്ടില്ല. അഥവാ എങ്ങനെയാണോ ദുനിയാവിൽ ജനിച്ചു വീഴുന്നത്, അവന്റെ ശരീരം കൊണ്ട് ജനിച്ചു വീഴുന്നു, ശരീരം കൊണ്ട് മരിച്ചു പോകുന്നു. ഇവിടെ ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവോ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റോ അതുപോലെ അള്ളാഹുവിനോടുള്ള അടുത്ത ബന്ധമോ ഒന്നുമില്ലാതെ, ബൽ ആശ ഫീഹാ ഐശൽ ബഹായിം. പക്ഷെ അവൻ ജീവിക്കുന്നത് മൃഗതുല്യമായിട്ടുള്ള ജീവിതമാണ്. വൻതഖല മിൻഹാ ഇന്തിഖാൽ മഫാലിസ്. അവൻ ഈ ദുനിയാവിൽ നീങ്ങി പോകുന്നത് നഷ്ടക്കാരായിട്ടുള്ള മുഫ്ലിസീങ്ങളുടെ പാപ്പരായ അവസ്ഥയിലാണ് പോകുന്നത്. ഫകാനത് ഹയാതുഹു അജ്സൻ വമൗതുഹു കമദൻ വമആദുഹു ഹസ്റതൻ വഅസഫൻ. അവന്റെ ജീവിതവും മരണവും പരലോകമൊക്കെ നഷ്ടത്തിലായിക്കൊണ്ട് ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സലഫുകൾ അവർ പറയാറുള്ള ഒരു വാക്കാണ്, മസാക്കീനു അഹ്ലി ദുനിയ ഖറജു മിൻഹാ വമാ ദാഖു അത്യബ മാ ഫീഹാ. ദുനിയാവിന്റെ ആളുകൾ അവരതാ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോകുന്നു. ദുനിയാവിൽ ഏറ്റവും വിശിഷ്ടമായത് അവർ ആസ്വദിക്കാതെയാണ് അവർ വിട്ടുപോകുന്നത്. അപ്പൊ അവർ ചോദിച്ചു, വമാ അത്യബു മാ ഫീഹാ. ദുനിയാവിൽ ഏറ്റവും വിശിഷ്ടമായത് എന്താണ്? ഖാല, അപ്പൊ പറഞ്ഞു, മഅരിഫത്തുല്ലാഹ് വമഹബ്ബതുഹു വൽ ഉൻസു ബിഖുർബിഹി വശൗഖ ഇലാ ലിഖാഇഹി. അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനോടുള്ള സാമീപ്യവും അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹവുമാണ് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ കാര്യം. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ നേടുന്ന ഇൽമിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകൾ പഠിക്കുക എന്നുള്ളത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിക്കുന്ന ദീനിന്റെ പല അഹ്കാമുകളിൽ പോലും അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്തി പറയുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിലേക്കായിരിക്കും. അപ്പൊ ഖുർആൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും എന്തെങ്കിലും ഹുക്മുകൾ പഠിപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ ഏതെങ്കിലും നാമങ്ങളുമായിട്ട് ചേർത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ സൂറത്ത് മുജാദില, അതിലൊരു ദീനിന്റെ ലിഹാറിന്റെ നിയമങ്ങൾ പറയുന്ന ഭാഗത്ത് അതിൽ അള്ളാഹു തആല പറഞ്ഞു നോക്കൂ, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. അതിലൊരു വിധി പറയാണ്. അതിനു മുമ്പ് അള്ളാഹുവിന്റെ സമീഉ ബസീർ എന്നുള്ള നാമങ്ങളെ പറഞ്ഞു. ഖുർആനിൽ എടുത്തു നോക്കിയാൽ ധാരാളം സന്ദർഭങ്ങളിൽ ഈ രീതിയിൽ നമുക്ക് കാണാം. ഇനി സഹോദരങ്ങളെ, അസ്മാഉൽ ഹുസ്നയുടെ അത് പഠിക്കുന്നതിന്റെ അതിനെക്കുറിച്ചുള്ള അറിവിന്റെ ഫദ്ല് എന്ന് പറഞ്ഞാൽ ധാരാളമാണ്. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും അഫ്ദലായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇൽമാണത്. രണ്ട്, ആ ഇൽമ് ലഭിക്കുന്ന ആൾക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കുകയും അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ മഹത്വപ്പെടുത്താനും ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും സാധിക്കും.
3, ആ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കുന്നതിലൂടെ അതൊരാളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കും. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അടിമകളിൽ അടിമക്ക് യോജിച്ച രീതിയിൽ കാണുക എന്നുള്ളത്. അപ്പൊ അള്ളാഹു റഹ്മാനാണ്, കാരുണ്യം ചൊരിയുന്നവനാണ്. അടിമകൾ പരസ്പരം കാരുണ്യം ചൊരിയുക അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹു ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അടിമകൾ പരസ്പരം പുറത്തു കൊടുക്കുക എന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അള്ളാഹു ജമീലാണ്, അള്ളാഹു ഭംഗിയുള്ളവനാണ്, പിന്നെ അതുപോലെ തന്നെ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുപോലെ തന്നെ അള്ളാഹു അലീമാണ്, അറിവുള്ളവനാണ്, അറിവുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ജവാദാണ്, അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്നവനാണ്, അങ്ങനെ ഔദാര്യം ചൊരിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഹയ്യാണ്, ലജ്ജയുള്ളവനാണ്, ലജ്ജയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതായത് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അടിമകൾക്ക് യോജിച്ച രീതിയിൽ അടിമകളിൽ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഈ നാമങ്ങൾ അറിയുക എന്നുള്ളത് സഹോദരങ്ങളെ ഇതുപോലെ ധാരാളം നേട്ടങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഖൽബിന്റെ ഇൻഷിറാഹ്, നമുക്ക് സമാധാനം ലഭിക്കുന്നത്, ഇരുലോകത്തും വിജയം ലഭിക്കുന്നത്, അള്ളാഹുവിനെ കാണാൻ പരലോകത്ത് സാധിക്കുന്നത്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്കിതിലൂടെ നേടിയെടുക്കാം. അതുപോലെ ഇബാദത്തിന് ഒരു നശാത്ത്, ഒരു ഉന്മേഷം. കാരണം ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയും, നമ്മൾ നിസ്കരിക്കുമ്പോൾ പലപ്പോഴും യാതൊരു ശ്രദ്ധയും ഉണ്ടാവില്ല. എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ബോധം ഉണ്ടാവില്ല, എന്താണ് പറയുന്നത് എന്ന് നമ്മൾ അറിയില്ല. അങ്ങനെ പലപ്പോഴും നിസ്കരിക്കും. എന്നാൽ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ നമ്മൾ അറിയുന്നതോടുകൂടി, മനസ്സിലാക്കുന്നത് കൂടി, ആ ഒരു ബോധത്തിൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഓരോ ഖുർആനിലെ സൂറത്താവട്ടെ അല്ലെങ്കിൽ ഓരോ ദിക്റുകളാവട്ടെ അതെല്ലാം പാരായണം ചെയ്യുമ്പോൾ അതിന് യോജിച്ച രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുമ്പോൾ ആ നിസ്കാരത്തിന് എത്രത്തോളം മാറ്റം ഉണ്ടാകും, എത്രത്തോളം നമുക്ക് ശ്രദ്ധയോടുകൂടി നിസ്കരിക്കാൻ സാധിക്കും. അപ്പോൾ ഗൗരവത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അൽ അസ്മാഉൽ ഹുസ്ന. ഇനി അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഖായിദകളുണ്ട്, എല്ലാം നമ്മൾ വിശദീകരിക്കുന്നില്ല, എന്നാലും 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ എല്ലാം അൽ ഹുസ്നയാണ്. ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായതാണ് അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം. ഒരു ന്യൂനതയുള്ള, ഒരു കുറവുള്ള ഒരു നാമവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ 180-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിനേതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള നാമങ്ങൾ, അത് മുഖേന നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സൂറത്ത് ത്വാഹയിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിനാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള നാമമുള്ളത്. അതായത് എല്ലാ നാമങ്ങളും അള്ളാഹുവിന്റെ ഹുസ്നയാണ്, ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. അതിൽ കുറവുള്ള ഒരു നാമവും അറിയിക്കുന്നില്ല. അതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ മഹത്വത്തെ അറിയിക്കുന്നതാണ്. അതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങളിൽ എല്ലാം അള്ളാഹുവിന് സ്ഥിരപ്പെട്ട ഒരു വിശേഷണവും ഉണ്ടാകും. അതായത് അള്ളാഹുവിന്റെ ഓരോ നാമത്തിലും അതിനകത്ത് അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തെ അറിയിക്കുന്നുണ്ടാകും. ഉദാഹരണത്തിന് അള്ളാഹു അലീമാണെന്ന് പറയുമ്പോൾ അതിനകത്തുള്ള വിശേഷണം എന്താണ്? ഇൽമാൻ, അള്ളാഹു അറിവുള്ളവനാണ്. അള്ളാഹു സമീ എന്ന് പറയുമ്പോൾ എല്ലാം കേൾക്കുന്നവനാണ് പറയുമ്പോൾ സമഅ എന്നുള്ള വിശേഷം. അള്ളാഹു ഖദീർ ആണ് എന്ന് പറയുമ്പോൾ ഖുദ്റത്ത് എന്നുള്ള വിശേഷണം. ഓരോ നാമത്തിനും അതിൻ്റെ അകത്ത് ഓരോ വിശേഷണം ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ നാമങ്ങളും അള്ളാഹുവിന്റെ ഹുസ്നയാണ്, ഏറ്റവും ഉത്തമമായത് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അള്ളാഹുവിന്റെ നാമങ്ങളെ അതിന്റെ അർത്ഥത്തെ അറിയിക്കുന്ന അടിസ്ഥാനത്തിൽ, അള്ളാഹുവിന്റെ നാമങ്ങളെ അതിന്റെ ആശയത്തെ അറിയിക്കുന്ന അടിസ്ഥാനത്തിൽ ചില ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട്. 4 ഇനങ്ങളായി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഇനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള സിഫത്തുകളെ ഉൾക്കൊള്ളുന്ന നാമങ്ങൾ. അതായത് ദാത്തിയായ സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൽ അസ്തിത്വപരമായിട്ട് എപ്പോഴും നിലകൊള്ളുന്ന, പ്രത്യേകം ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമല്ല, എപ്പോഴും നിലകൊള്ളുന്ന വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങൾ എന്ന നിലക്ക് ചില നാമങ്ങളെ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ ഹയ്യ്, എന്നെന്നും ജീവിക്കുന്നവനാണ്. അതിൽ അള്ളാഹുവിന്റെ വിശേഷണം എന്താണ്? ഹയാത്ത്. അൽ അലീം, അതിൽ വിശേഷണം ഇൽമ്. അസ്സമീഅ്, അസ്സംഅ്. അൽ ബസീർ, എല്ലാം കാണുന്നവനാണ്, ബസർ. അൽ ഖവിയ്യ്, ശക്തിയുള്ളവനാണ്, ഖുവ്വത്ത്. അതായത് അള്ളാഹുവിൽ അസ്തിത്വപരമായിട്ട് എപ്പോഴുമുള്ള വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങൾ. ഇനി രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഫിഅലിയായിട്ടുള്ള, അള്ളാഹു പ്രവർത്തിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന നാമങ്ങൾ. ഉദാഹരണത്തിന് അള്ളാഹു ഉപജീവനം നൽകുന്നു,
അള്ളാഹു സൃഷ്ടിക്കുന്നു, അള്ളാഹു മരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ ചെയ്യുന്ന ഫിഅലിയായിട്ടുള്ള സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന നാമങ്ങൾ. ഉദാഹരണത്തിന് അർ-റസ്സാഖ്, അള്ളാഹു റിസ്ഖ് നൽകുന്നവനാണ്, അതിലുള്ള വിശേഷണം അർ-റിസ്ഖ്. അത്തൗവാബ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അത്തൗബ. വൽ ഗഫൂർ, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് തൗബ. ഗഫൂർ, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, മഗ്ഫിറ. അങ്ങനെ അള്ളാഹു എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളത്. മൂന്നാമത്തെ തരത്തിലുള്ള ഒരു കൂട്ടം നാമങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന, അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, വാഴ്ത്തുന്ന നാമങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഉദാഹരണം പറഞ്ഞാൽ അൽ ഖുദ്ദൂസ്, അള്ളാഹു പരിശുദ്ധനാണെന്ന് അറിയിക്കുന്ന. അസ്സലാം, എല്ലാവിധ കുറവുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സുരക്ഷിതനാണ്. അസ്സുബൂഹ്, അങ്ങനെയുള്ള അള്ളാഹുവിനെ വാഴ്ത്തുന്നത്. നാലാമത്തെ ഇനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാമമായിരിക്കും, പക്ഷെ മറ്റു പല നാമങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും ആ ഒരു നാമം. ഉദാഹരണത്തിന് അൽ മജീദ് എന്നുള്ള നാമം, അൽ ഹമീദ്, അസ്വമദ്, അൽ അദീം, ഇങ്ങനെയുള്ള നാമങ്ങളിൽ ധാരാളം അള്ളാഹുവിന്റെ നാമങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ നാമങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. അങ്ങനെയുള്ള ഇനത്തിലും അസ്മാഉൽ ഹുസ്നയെ വേർതിരിച്ചതായി കാണാം. ഇനി അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം, ചില നാമങ്ങൾ ഒരുമിച്ച് വരും, ചേർന്ന് വരുന്ന നാമങ്ങൾ ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അൽ അവ്വൽ വൽ ആഖിർ, അതുപോലെ അൽ അസീസ്, അൽ ഹക്കീം, അൽ ഗനി, അൽ ഹമീദ്. അതിന്റെ ആശയത്തെ പൂർത്തിയാക്കാൻ വേണ്ടി ഒരുമിച്ച് വരുന്ന നാമങ്ങളും അസ്മാഉൽ ഹുസ്നയിൽ ഉണ്ട്. ഈ ഖവായിദുകൾ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ അതിലേക്ക് ആഴത്തിൽ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് കൂടുതൽ അതിനെപ്പറ്റി പറയാത്തത്. നമ്മൾ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നാണ് കൂടുതൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അസ്മാഉൽ ഹുസ്ന കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തിയ ഒരു എണ്ണത്തിൽ ഇല്ല. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, അസ്മാഉൽ ഹുസ്ന എന്നുള്ളത് 99 നാമങ്ങളാണ്, 99 നാമങ്ങളാണ് അള്ളാഹുവിനുള്ളത്, അതിനപ്പുറത്തേക്കില്ല എന്നുള്ള ഒരു ധാരണയുണ്ട്. അത് തെറ്റാണ്. കാരണം ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്നുള്ളത്. ഇന്ന ലില്ലാഹി 99 ഇസ്മ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അത് ആരാണോ ഇഹ്സാ ചെയ്യുന്നത്, ഇഹ്സാ എന്ന് പറഞ്ഞാൽ ആ നാമങ്ങൾ ഹിഫ്ളാക്കുകയും അതിന്റെ ആശയത്തെ മനസ്സിലാക്കുകയും അതനുസരിച്ച് അമലാക്കുകയും ചെയ്യുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുള്ളതാണ്. പക്ഷേ ഈ ഹദീസ് ഒരിക്കലും എന്തറിയിക്കുന്നില്ല, 99 നാമങ്ങളെ ഉള്ളൂ എന്നല്ല അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ആരാണോ ഇഹ്സാ ചെയ്തത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. കാരണം അതിനേക്കാൾ കൂടുതൽ എണ്ണിത്തിട്ടപ്പെടുത്താത്ത അത്ര നാമങ്ങൾ ഉണ്ട് എന്നത് അറിയിക്കുന്ന പല ഹദീസുകളും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ദുആ, സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ദുആ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക്. അല്ലാഹുവേ, നിന്റെ തൃപ്തി കൊണ്ട് നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുകയാണ്. വബിമുആഫാതിക മിൻ ഉഖൂബതിക്. നിന്നിൽ നിന്നുള്ള ആഫിയത്തിനെ കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുകയാണ്. വഅഊദു ബിക മിൻക്. നിന്നെ കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുകയാണ്. ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക്. നീ നിനക്ക് നൽകിയ ആ വാഴ്ത്തലും സനാവും അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു തിട്ടപ്പെടുത്തിയ രീതിയിൽ എനിക്ക് നിന്നെ പുകഴ്ത്താൻ സാധിക്കില്ല എന്നുള്ള നിലക്ക് പറഞ്ഞത് കാണാം. അതായത് അള്ളാഹുവിനെ വാഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ധാരാളമുണ്ട് എന്നുള്ളത്. അതൊന്നുകൂടി വ്യക്തമായി പറയുന്ന ഒരു ദുആ ആണ് ദുആ ഉൽ ഹമ്മി വൽ ഹസൻ എന്ന് പറയുന്ന. ഒരാൾക്ക് എന്തെങ്കിലും ഞെരുക്കമോ ടെൻഷനോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവൻ ഈ ദുആ ചെയ്താൽ അവൻ അതിന് പകരം തുറവി എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആ. അത് കേൾക്കുന്നവർ അത് പഠിക്കട്ടെ എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ദുആയിൽ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക്. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അബ്ദിക്. നിന്റെ അടിമയുടെ മകനാണ്. വബ്നു അമതിക്. നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്. നാസിയതി ബിയദിക്. എന്റെ പൂർണ്ണമായ നിയന്ത്രണം, എന്റെ തലയുടെ കുടുമ നിന്റെ കയ്യിലാണ്. മാലിൻ ഫീ ഹുക്മുക്. നിന്റെ വിധികളാണ് എന്റെ മേലെ കഴിഞ്ഞു പോയിട്ടുള്ളത്. അദ്ലുൻ ഫീ ഖളാഉക്. നീ വിധിച്ചതെല്ലാം നീതിപൂർവമായിട്ടുള്ളതാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്. നിനക്കുള്ള എല്ലാ നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ തേടുന്നു. സമ്മൈത ബിഹി നഫ്സക്. നീ നിന്റെ സ്വന്തത്തിന് വെച്ചിട്ടുള്ള. ഔ അൻസൽതഹു ഫീ കിതാബിക്. അല്ലെങ്കിൽ നിന്റെ കിതാബിൽ നീ ഇറക്കിയിട്ടുള്ള. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്. അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും, ഒരു മലക്കിനോ നബിക്കോ പ്രത്യേകമായി നീ പഠിപ്പിച്ചിട്ടുള്ള. ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്.
അല്ലെങ്കിൽ നിന്റെ അടുത്തുള്ള അദൃശ്യജ്ഞാനത്തിൽ നീ മറച്ചു വെച്ചിട്ടുള്ള നാമങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ദുആഇന് വസീലയായി ഉപയോഗിക്കാൻ ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യമാണ് അസ്മാഉൽ ഹുസ്ന എന്നുള്ളത്. അള്ളാഹുവിന്റെ പ്രത്യേക നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ഉത്തരം ചെയ്യപ്പെടാൻ പ്രത്യേകമായ കാരണമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ദുആയിൽ അതാണ് മുൻനിർത്തി പറയുന്നത്. ഇതിൽ അള്ളാഹു നിനക്കുള്ള നാമങ്ങൾ, നീ കിതാബിൽ ഇറക്കിയിട്ടുള്ള നാമങ്ങൾ, നീ ആർക്കെങ്കിലും പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുള്ള നാമങ്ങൾ, നിന്റെ അടുക്കൽ മറച്ചു വെക്കപ്പെട്ടുള്ള നാമങ്ങൾ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? അതിൽ നിന്ന് കൃത്യമായി 99 എന്നോ അതിൽ വേറെ ഏതെങ്കിലും എണ്ണത്തിൽ തിട്ടപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് ഈ ദുആയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ കൃത്യമായ ഒരു എണ്ണമില്ല. അത് അള്ളാഹുവിനെ അറിയുകയുള്ളൂ എത്രയാണുള്ളത് എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ അറിവിൽ പെട്ട കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നാമഗുണ വിശേഷങ്ങൾ പഠിക്കുന്നതിൽ അഖദീയായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിക ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വഹാബികളുടെ പാതയിൽ നിന്ന് ബഹുദൂരം പല പിഴച്ച കക്ഷികളും അഹ്ലുസുന്നയിൽ നിന്ന് തെറ്റിപ്പോകാനുണ്ടായ കാരണം പ്രധാനമായും അള്ളാഹുവിന്റെ ഈ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളും അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ ഇറങ്ങിയതും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിനെ നിഷേധിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തതിന്റെ പേരിലാണ് പല പിഴച്ച കക്ഷികളും ഉടലെടുത്തിട്ടുള്ളത്. അപ്പോൾ അഖദീയായിട്ട് അഖീദാപരമായിട്ടുള്ളതിൽ തന്നെ അസ്മാഉൽ ഹുസ്ന അതുപോലെ സിഫാത്തുകളെല്ലാം പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വളരെ ചുരുക്കത്തിൽ അസ്മാഉൽ ഹുസ്നയുടെ ഖായിദകളൊക്കെ അൽ ഖവായിദുൽ മുസ്ല പോലെയുള്ള കിതാബുകളിലൊക്കെ പ്രത്യേകമായിട്ട് എണ്ണി പറയുന്നുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി അള്ളാഹുവിന്റെ നാമങ്ങൾ മനസ്സിലാക്കുന്നതിലേക്ക് ആദ്യത്തിൽ നമ്മൾ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു നാമം. അങ്ങനെ ഒരു നാമം ഉണ്ട് എന്ന് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി ദുആ ചെയ്യുന്നത് കേട്ടു. ആ വ്യക്തി ദുആ ചെയ്യുന്ന വാക്കുകൾ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിനക്കാണ് എല്ലാ സ്തുതിയും, ലാ ഇലാഹ ഇല്ലാ അൻത വഹദക് ലാ ശരീക ലക്, നീ അല്ലാതൊരു ഇലാഹില്ല, നീ ഏകനാണ്, നിനക്കൊരു പങ്കുകാരുമില്ല. അൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ്, നീ മന്നാനാണ്, എല്ലാവിധ ഔദാര്യങ്ങളും ശരിയുന്നവനാണ്. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. ദുൽ ജലാലി വൽ ഇക്റാം, എല്ലാവിധ മഹത്വവും ആദരവും അർഹിക്കുന്നവനാണ്. ഇങ്ങനെ ഈ വാക്കുകൊണ്ട് ദുആ ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅൽതല്ലാഹ ബിസ്മിഹി അൽ-അഅ്ദം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ വഇദാ സുഇല ബിഹി അഅ്താ, നീ അല്ലാഹുവിനോട് തേടിയിട്ടുള്ളത് അവന്റെ ഇസ്മുല്ലാഹിൽ അഅ്ലം കൊണ്ടാണ്, അല്ലാഹുവിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള നാമം കൊണ്ട്, ഉത്തമമല്ല അഅ്ളമായ മഹത്തരമായിട്ടുള്ള നാമം കൊണ്ടാണ്. ആ നാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹുവിനോട് തേടിയാൽ അത് ഉത്തരം ചെയ്യും, അള്ളാഹു ഉത്തരം ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇബ്നു മാജ, ഹാക്കിം എന്നിവർ ഉദ്ധരിച്ച ഹദീസിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅ്ളം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ ഫി സലാസി സൂവരിൻ മിനൽ ഖുർആൻ, അള്ളാഹുവിന്റെ അതിമഹത്തായ നാമം ദുആ ചെയ്താൽ ഉത്തരം ചെയ്യപ്പെടുന്ന നാമം ഖുർആനിലെ 3 സൂറത്തുകളിൽ വന്നിട്ടുണ്ട്. ഫിൽ ബഖറതി വ ആലി ഇമ്രാൻ വ ത്വാഹ, സൂറത്തുൽ ബഖറയിൽ വന്നിട്ടുണ്ട്, സൂറത്ത് ആലി ഇമ്രാനിൽ വന്നിട്ടുണ്ട്, സൂറത്തു ത്വാഹയിൽ വന്നിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇമാം അഹ്മദ്, അബൂ ദാവൂദ്, തിർമിദി എന്നിവർ ഉദ്ധരിക്കുന്നതിൽ അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ അവർ പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅ്ളം ഫീ ഹാതൈനിൽ ആയതൈൻ, അല്ലാഹുവിന്റെ അതിമഹത്തായിട്ടുള്ള നാമം ഈ 2 ആയത്തുകളിലാണ്. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 163-ാമത്തെ ആയത്ത്, വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം, ഈ ആയത്തിലും
അതുപോലെ വഫാത്തിഹത്ത് ആലി ഇമ്രാൻ, സൂറത്ത് ആലി ഇമ്രാനിലെ ആദ്യത്തെ ആയത്തുകളിൽ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഈ 2 ആയത്തുകളിലാണ് വന്നിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇബ്നു ഹിബ്ബാൻ, അതുപോലെ അസ്ഹാബുസ് സുനൻ, ബുഖാരി, മുസ്ലിം ബാക്കിയുള്ള കുതുബ് സിത്തയിലുള്ള ആളുകൾ അവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ ബുറൈദ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി പറയുന്നത് കേൾക്കണ്ടായി, اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد. അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഞാനിതാ ഷഹാദത്ത് ചെയ്യുന്നു, നീ അല്ലാഹുവാണ്, നീയല്ലാതെ ഒരു ഇലാഹില്ല, നീ ഏകനാണ്, അസ്സമദാണ്, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനാണ്, അല്ലദീ ലം യലിദ് വലം യൂലദ്, നീ ഒരു സന്തതിയായി ജനിച്ചവനല്ല, നിനക്കൊരു സന്താനവും ജനിച്ചിട്ടില്ല, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, നിന്നെ പോലെ മറ്റാരുമില്ല എന്ന് ദുആ ചെയ്യുന്നത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅല അല്ലാഹ ബിസ്മിഹി അൽ അഅ്ലം, അവൻ അല്ലാഹുവിനോട് തേടിയിട്ടുള്ളത് അല്ലാഹുവിന്റെ അഅ്ലമായ അതിമഹത്തായ നാമം കൊണ്ടാണ്. അല്ലദീ ഇദാ സുഇല ബിഹി അഅതാ വ ഇദാ ദുഇയ ബിഹി അജാബ, ചോദിച്ചാൽ നൽകപ്പെടുന്ന, ദുആ ചെയ്താൽ ഉത്തരം ചെയ്യപ്പെടുന്ന ആ നാമം കൊണ്ടാണ് അവൻ തേടിയിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിന് എന്തുണ്ട്? ഇസ്മുല്ലാഹിൽ അഅ്ലം, അതിമഹത്തായിട്ടുള്ള ഒരു നാമമുണ്ട്. അപ്പൊ ഈ നാമം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ വലിയ ഇജ്തിഹാദ് ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതുപോലെ സഹാബികളുടെ അസറുകളിൽ നിന്നുമെല്ലാം ഇത് ഏതാണ്, ഇതിനെക്കുറിച്ചുള്ള എന്താണ് ചർച്ചകൾ എന്നുള്ളത് ചെയ്യാൻ പല പണ്ഡിതന്മാർ വലിയ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അതിൽ 40ഓളം അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ആ വിഷയത്തിൽ മാത്രം, ഇസ്മുല്ലാഹിൽ അഅ്ലം ഏതാണ് എന്നുള്ള വിഷയത്തിൽ മാത്രം കിതാബുകൾ എഴുതി 20ഓളം നാമങ്ങളെ അതിൽ പരാമർശിച്ചതായിട്ടും കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനമായിട്ടും 2-3 അഭിപ്രായങ്ങളാണ് എടുത്തു വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം എന്നുള്ളത്, ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നുള്ള നാമം അത് അല്ലാഹ് എന്നുള്ള നാമം തന്നെയാണ്. അല്ലാഹ് എന്നുള്ള നാമം തന്നെയാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിനെ മനസ്സിലാക്കാനും, ഇപ്പൊ അള്ളാഹിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അല്ലാഹ് എന്നുള്ള ആദ്യം പറയാം, അങ്ങനെ മനസ്സിലാക്കാനും, അതുപോലെ എല്ലാ ദിക്റുകളിലും വന്നിട്ടുള്ള നാമതാണ്. ഇപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എടുത്താലും, സുബ്ഹാനല്ലാഹ് എടുത്താലും, അൽഹംദുലില്ലാഹ് എടുത്താലും, അല്ലാഹു അക്ബർ എടുത്താലും, ബിസ്മില്ലാ എന്നെടുത്താലും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നെടുത്താലും, ഏതൊരു ദിക്റിലും വന്നിട്ടുള്ള നാമം എന്താണ്? അല്ലാഹ് എന്നുള്ള നാമമാണ്. അതുകൊണ്ട് അതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നെല്ലാം ഇബ്നു മന്ദ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിൽ എല്ലാം പരാമർശിക്കുന്നതായി കാണാം. അതുപോലെ അല്ലാഹ് എന്നുള്ള നാമമാണ് എന്ന് പറയാൻ അവർ പറയുന്ന മറ്റൊരു കാരണം, ഒരിക്കലും നമ്മൾ അല്ലാഹ് എന്നുള്ളത് മിൻ അസ്മാഇർ റഹ്മാൻ, മിൻ അസ്മാഇൽ ഗഫൂർ എന്ന് പറയോ? അതായത് അല്ലാഹ് എന്നുള്ളത് റഹ്മാനിന്റെ ഒരു പേരാണ്, ഗഫൂറിന്റെ ഒരു പേരാണെന്ന് പറയോ? ഇല്ല. എന്നാൽ അർ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു പേരാണ്, ഗഫൂർ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു പേരാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ അല്ലാഹ് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് അല്ലാഹ് എന്നുള്ള നാമമാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് ബഹുഭൂരിഭാഗം അല്ലെങ്കിൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്നുള്ള ഈ 2 നാമങ്ങളെയാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് പറയുന്നത് എന്നാണ്. അൽ ഹയ്യു അൽ ഖയ്യൂം എന്നുള്ളതാണ് പറയാനുള്ള കാരണം, അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് അൽ ഹയ്യ് എന്നുള്ളത്. അൽ ഖയ്യൂം എന്നുള്ളത് അള്ളാഹുവിന്റെ അഫ്ആലി ആയിട്ടുള്ള പ്രവർത്തനപരമായിട്ടുള്ള എല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് അൽ ഖയ്യൂം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ നാമങ്ങളെയും ആശയത്തെ കിട്ടുന്ന നാമമാണ് അൽ ഹയ്യുൽ ഖയ്യൂം. അതുകൊണ്ട് അതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നു ഖയ്യിം സാദുൽ മആദിൽ പറയുന്നുണ്ട്, ഫഇന്ന സിഫത്തുൽ ഹയാത്ത് മുതളമ്മിനത്തുൻ ലിജമീഇ സിഫാത്തിൽ കലാം സിഫാത്തിൽ കമാലി മുസ്തൽസിമത്തിൻ ലഹാ. ഈ ഹയാത്ത് എന്നുള്ളത് എല്ലാ പൂർണ്ണതയുള്ള വിശേഷങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ വസിഫത്തുൽ ഖയ്യൂമിയ്യ മുതളമ്മിനത്തുൻ ലിജമീഇ സിഫാത്തിൽ അഫ്ആൽ, ഖയ്യൂമിയത്ത് എല്ലാ പ്രവർത്തനങ്ങളെ വിശേഷം ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് വലിഹാദാ കാന ഇസ്മുല്ലാഹിൽ അഅ്ലം അല്ലദീ ദുഇയ ബിഹി അജാബ വഇദാ സുഇല ബിഹി അഅതാ വഹുവ ഇസ്മുൽ ഹയ്യുൽ ഖയ്യൂം. ഈ ഹയ്യുൽ ഖയ്യൂമാണ് ആ നാമം എന്ന് പറഞ്ഞത് കാണാം. വേറെ ചില പണ്ഡിതന്മാർ അത് ദുൽ ജലാലി വൽ ഇക്റാം എന്നതാണ് എന്ന് പറഞ്ഞത് കാണാം. ദുൽ ജലാലി വൽ ഇക്റാം, അതും ഈ ഹയ്യ് ഖയ്യൂം പോലെ എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിനുണ്ട് എന്നറിയിക്കുന്ന നാമമായതുകൊണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നുള്ളത് അതൊരൊറ്റ നാമമല്ല, ഒരു ജിൻസ് ആയിട്ടുള്ള
ചില നാമങ്ങളെ കൂടി പറയുന്നതിനാണ് ഇസ്മുല്ലാഹിൽ അഅളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഒരടിമ അവന്റെ ആവശ്യ സമയത്ത് ഏത് നാമം കൊണ്ടാണോ അള്ളാഹുവിനോട് തേടുന്നത് അതാണ് ഇസ്മുല്ലാഹിൽ അഅളം. ഉദാഹരണത്തിന് പാപമോചനം തേടുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന് ഏത് നാമം കൊണ്ടാണ് തേടുക? ഗഫൂർ, ഗഫാർ, തവ്വാബ്. അപ്പോൾ ആ സന്ദർഭത്തിൽ അതാണ് ഇസ്മുല്ലാഹിൽ അഅളം. ഇപ്പൊ റിസ്ക് ലഭിക്കാനായി തേടുകയാണെങ്കിൽ അവൻ ഏത് നാമം കൊണ്ടാണ് തേടുക? റസാഖ് അല്ലെങ്കിൽ അൽ വഹാബ് പോലെയുള്ള നാമങ്ങൾ, അവിടെ അതാണ് ഇസ്മുല്ലാഹിൽ അഅളം. അപ്പൊ ഏത് സാഹചര്യമാണോ അതുകൊണ്ട് തേടുന്ന നാമമാണ് ഇസ്മുല്ലാഹിൽ അഅളം എന്നും പറഞ്ഞ പണ്ഡിതന്മാരെ കാണാം. ചുരുക്കത്തിൽ ഇസ്മുല്ലാഹിൽ അഅളം എന്നൊരു നാമം അള്ളാഹുവിനുണ്ട്, അതിമഹത്തായിട്ടുള്ള നാമമുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഹദീസിൽ വന്ന 1-2 ദുആകളിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് ആ ദുആ പഠിക്കുകയും ആ ദുആ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് തേടാവുന്നതാണ്. പ്രത്യേകമായി ഏതാണ് എന്നുള്ളതിൽ ഒരു ഏകോപിച്ച അഭിപ്രായം വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു നാമമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം ആ ഒരു പ്രാധാന്യം ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് അടുത്ത ദർസിൽ നാളെ ബാക്കിയുള്ള ഓരോ നാമങ്ങളായിട്ട് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ പരിപൂർണമായി ഇബാദത്ത് ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.